എത്തത് അദ്രേശ്യം അഗ്രാഹ്യം എന്ന് തുടങ്ങി വർണ്ണിച്ചു. അതിനു മുമ്പ് പര അപര എന്ന് രണ്ടായി വിദ്യയെ വിഭജിച്ചു. പരാവിദ്യയാണ് ഉപനിഷത്തെന്ന് നമുക്കറിയാം. ആ പരാവിദ്യയിലേക്ക് ഒരു സൂചന മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഒരു സൂചന. എന്താ സൂചന? യയാ തദക്ഷരം അധിഗമ്യതേ. അവിടെ അക്ഷരം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കുണ്ടായ സംശയം തീർക്കുകയാണ് തുടർന്നുള്ള മന്ത്രങ്ങളിലൂടെ ചെയ്തത്. ഇനി ഇതിൻ്റെ വിശദീകരണം വേണമെങ്കിൽ കുറേ കാത്തിരിക്കണം. ചിലപ്പോൾ ആ കാത്തിരിപ്പ് നീണ്ടുപോയേക്കാം. ആ കാത്തിരിപ്പ് നീണ്ടു. കാരണം ഇനി പറയുന്നത് അപരാവിഷയമാണ്. അതിലൂടെ നമുക്ക് കടന്നു പോയിട്ടേ പരയിലെത്താൻ പറ്റൂ. അപ്പം അതുകൊണ്ട് ഇത് ഗുരുനാഥൻ്റെ ഉപദേശ ശൈലിയാണ്. ഈ ഉപദേശ ശൈലിയാണ് മിക്ക ആചാര്യന്മാരും സ്വീകരിക്കുന്നത്. ഉന്നതമായതിനെ ആദ്യം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പിന്നെ അവിടുന്ന് മാറ്റും. നമ്മളൊക്കെ ഒരു സന്യാസമാർഗത്തിൽ, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്യാസമാർഗത്തിൽ പോയവരല്ല. സന്യാസമാർഗത്തിൽ പോയി വീട് വിടുന്നു എന്ന് വിചാരിക്കും ഒരാൾ. ആരെയാണ് വിടുന്നത്? ഏറ്റവും പ്രിയപ്പെട്ട അമ്മയെ, ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനെ, ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുജനങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട ചുറ്റുപാടിനെ ഒക്കെ ഉപേക്ഷിച്ചിട്ടാണല്ലോ സന്യാസമാർഗത്തിൽ പോകണം. ഉപേക്ഷിക്കുന്നില്ല എങ്കിലും തൽക്കാലം വിട്ടുപോകുന്നുണ്ടല്ലോ. ഉപേക്ഷിക്കുന്നില്ല, ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല, എങ്കിലും വിട്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ഇച്ഛ ആണ് അതിനുള്ള ശക്തി കൊടുത്തത്. അപ്പോൾ അവന് സാമാന്യമായി ബ്രഹ്മബോധമുണ്ട്. വിശേഷമായി ശാസ്ത്രപ്രക്രിയകളിലൂടെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിലും ഉണ്ടല്ലോ. ശരി, ഗുരുനാഥൻ്റെ അടുത്ത് പോയി. ഗുരുനാഥൻ സ്വീകരിച്ചു, നീ ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. ആദ്യം എന്താ പണി കൊടുക്കണത്? ഉപനിഷത്ത് പഠിച്ചോളൂ എന്നല്ല, അടിച്ചു വാരിക്കോളൂ, തുടച്ചോളൂ, വിറക് കീറിക്കോളൂ, വസ്ത്രം അലക്കിക്കോളൂ. അത് പരമാവധി വസ്ത്രം എത്ര വൃത്തികേടാക്കി വെക്കാമോ അത്രയും വൃത്തികേടാക്കി വെച്ചിട്ടാണ് അലക്കാൻ കൊടുക്കണം. എല്ലാ വ്യവഹാരങ്ങളും ഇതൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടല്ലേ ഗുരു പോകുന്നത്. ഇതൊന്നും അർത്ഥമില്ലാത്ത അത് മനസ്സിലാക്കിയിട്ടല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് തന്നെയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണത്. നീ പോയിക്കോ, ആര് പറഞ്ഞു നിന്നോട് നിൽക്കാൻ? അല്ലാണ്ട് ചെന്ന് പിറ്റേന്ന് ഇരുത്തിയിട്ട് തത്വമസി അഹം ബ്രഹ്മാസ്മി ഇവൻ ഇതൊക്കെ പഠിച്ചിട്ടാണ് പോയത്. അതായത് തമാശ. യവൻ ഗുരുവിൻ്റെ അടുത്ത് പോണതിന് മുമ്പ് തത്വമസി അഹം ബ്രഹ്മാസ്മി ഒക്കെ പഠിച്ചിട്ടാണ് പോയത്. വേണമെങ്കിൽ അവൻ ഗുരുവിനെ പഠിപ്പിക്കാനുള്ള ബോധവനുണ്ട്. ഇത് വലിയ പ്രശ്നമാണ്. എന്തിനാ അങ്ങനെ ചെയ്യിപ്പിക്കണം? അത് വല്ലാത്ത ചോദ്യം. എന്തിനാ അങ്ങനെ ചെയ്യിപ്പിക്കണേ? ഇത് ഗുരുനാഥന്മാർക്കൊരു കരുണ വേണ്ടേ അല്ലേ? അവർ ചെന്ന ഉടനെ തന്നെ തത്വമസി അഹം ബ്രഹ്മാസ്മി അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? അതല്ലേ കാരുണ്യം? ഇത് വലിയ പ്രശ്നമാണ്. ഇത് ആശ്രമത്തിൽ ആൾക്കാർ വേണം. ആ നിലയ്ക്കാണെങ്കിൽ നമുക്ക് തുടങ്ങിയ ഉടനെ പ്രജ്ഞാനം ബ്രഹ്മ പറയാം, വിരോധമൊന്നുമില്ല. അത് മിഷണറി എന്നുള്ള രീതിയിൽ മിഷണറിയെ വാർത്തെടുക്കാനാണെങ്കിൽ നമുക്കാവാം. വന്ന ഉടനെ തന്നെ തത്വമസി അഹം ബ്രഹ്മാസ്മി ഒക്കെ പഠിപ്പിക്കാം. മിഷണറി ഔട്ട്ലുക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ. പക്ഷെ അതുകൊണ്ട് എന്തുണ്ട്, സാമ്പ്രദായികമായുള്ളടത്ത് ഇന്നത്തെ കാലത്ത് ആൾക്കാരുണ്ടാവില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ചിദാനന്ദസ്വാമിയുടെ പ്രസംഗം കേൾക്കാൻ ആയിരങ്ങൾ തടിച്ചു കൂടും. കൈയടിക്കാനും ദക്ഷിണ തരാനും കാല് പിടിച്ച് വീഴ്ത്താനും സെൽഫി എടുക്കാനും ഒക്കെ തിരക്കുണ്ടാവും. എന്നാൽ അവിടെ പോയി താമസിച്ച് 5 കൊല്ലം താമസിച്ച് പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഒറ്റയൊന്നും ഉണ്ടാവില്ല. വന്നാൽ മെല്ലെ 2 ആഴ്ച കഴിഞ്ഞാൽ പോവും. കാരണം ഈ പൊതുവേദി കാണുന്ന ആളല്ല അവിടെ ഉണ്ടാവുക. അത് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇപ്പുറത്ത് പോയിട്ട് ദൂഷണം പറയും. ഞാൻ അവിടെ പോയി എന്നെ കൊണ്ട് കണ്ട പണിയൊക്കെ എടുപ്പിച്ച് ഒരു കൂലിയും തന്നിട്ടില്ല. ഏറ്റവും രസകരമായൊരു വിഷയം, നമ്മളെ വളരെ
വലിയ വിദ്വാനായിരുന്നു, നമ്മുടെ പാലക്കാട് തന്നെയായിരുന്നു. സദാനന്ദ സരസ്വതി സ്വാമികൾ 2 വർഷം മുമ്പ് പോയി. അപ്പോൾ സ്വാമിജി വേദാന്തത്തിൽ നല്ലൊരു ഉറപ്പുള്ള ആളാണ്. ഒരിക്കലും ചെറുപ്പക്കാരൻ വന്നു പറഞ്ഞ് സ്വാമിജി പൊട്ടിച്ചിരിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട്. ഒരു ചെറുപ്പക്കാരൻ, ഞാൻ സന്യസിക്കാൻ വേണ്ടി വന്നതാണ്, ഗുരുവെ നമസ്കരിച്ചിട്ട് എൻ്റെ എല്ലാം സമർപ്പിച്ചിരിക്കുകയാണെന്ന് ഇവിടെ ഗുരുൻ്റെ കീഴിൽ. ശരി, നീ ഇവിടെ താമസിച്ചോ. അപ്പോൾ ഈ കോഴിക്കോട് ജില്ലത്തെ കൈക്കോട്ട് കണ്ടിട്ടില്ലേ? കണ്ടുണ്ടോ? ഉണ്ട്. കോഴിക്കോട് ജില്ലയിലെ കൈക്കോട്ട് കണ്ടുണ്ടോ? മതി. ഇല്ലെങ്കിൽ വന്നാൽ കാണിച്ചു തരാം, കുളത്തൂർ വന്നോളൂ. അതെടുത്ത് പൊക്കാൻ തന്നെ 2 ആളുടെ പണിയുണ്ട്. എത്ര ഉണ്ടാവും അതിൻ്റെ തായ, വലിയ എത്ര നീളത്തിലുള്ള കൈക്കോട്ട്. നമ്മളെ ഇവിടെ മലപ്പുറം പാലക്കാട് ജില്ലയിലുള്ള കൈക്കോട്ടല്ല. ഇതെടുത്തു കൊടുത്തു സ്വാമി. സ്വാമി പറമ്പ് മുഴുവൻ 2-2.5 ഏക്കറുണ്ട്, മുഴുവൻ കളച്ച് മറിച്ച് വൃത്തിയായിക്കോളൂ. രാത്രി കഞ്ഞിയുണ്ട്, ഉച്ചയ്ക്ക് ചോറ് ഇഷ്ടം പോലെ, രാവിലെ പലഹാരവും ഇഷ്ടം പോലെ തരാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊക്കെ ആലോചിക്കാം. 2ാമത്തെ ദിവസം സന്യാസിയില്ല, ഏവൻ രാത്രി പോയി. ഏവനൊന്ന് പൊക്കാൻ സഹായിക്കണ്ടേ പാവം. അത് പറയൽ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ സന്യാസിമാരെ നിങ്ങൾ പരിശോധിച്ചോളൂ, അവർക്കെല്ലാ പണി അറിയും. പാചകം ചെയ്യാനറിയും, അടിച്ചു വരാനറിയും, തുടയ്ക്കാനറിയും, അടിക്കാനറിയും, അടി കൂടാനറിയും, തല്ലാനറിയും, വേണ്ടി വന്നാൽ എന്ത് വേണമെങ്കിൽ ചെയ്യാനറിയും. മരുത്തമ്മ കയറും. മരുത്തമ്മ കയറാൻ വിധിപ്രകാരം പാടില്ല, എന്നാലും കയറാൻ കഴിയും. മരുത്തമ്മ കയറാൻ പാടില്ല എന്ന് സന്യാസിക്ക് വിധിയുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ പാലിച്ചിട്ടാണോ ഞങ്ങൾ ജീവിക്കണമെന്ന് വെച്ചാൽ അല്ല. നമ്മളൊക്കെ മരത്തിലൊക്കെ കയറും. കയറാൻ പാടില്ല എന്ന് വിധി. അപ്പോൾ സന്യാസിയുടെ നിയമം അനുസരിച്ചാണോ അപ്പോൾ സന്യാസിമാർ ജീവിക്കണത്? അല്ലാന്ന് സത്യമാണ്. ന വൃക്ഷം ആരോഹയേതെന്ന് സന്യാസിയുടെ അടിസ്ഥാന നിയമത്തിൽപ്പെട്ടതാണ്. അല്ല, സ്മൃതിയല്ല. അത് പ്രശ്നം എന്താ വെച്ചാൽ അത് കാലികമാണ്. അത് ഉപനിഷത്ത് പെട്ടതാണ്, സന്യാസോപനിഷത്തിലെ മന്ത്രമാണ്. മരമാണ്. വേഗം ഇതിന് മരത്തിൽ വീണിട്ട് കാലും പൊട്ടി എല്ലും പൊട്ടി കിടന്ന ആർക്കാ ഉപദ്രവം? ഇവന് പത്നിയുണ്ടോ? ഇവന് സന്താനങ്ങളുണ്ടോ? ഇല്ല. അതാണെന്ന് വെച്ചാൽ ഒരു പരസ്പര കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കാം. ആരുമില്ല. അപ്പോൾ ഇവന് രോഗമായി എല്ലും പൊട്ടി പുഴുത്ത് കിടന്നാൽ ആര് നോക്കും? ഈ സമൂഹത്തിനാണ് ഉപദ്രവം. അതുകൊണ്ട് നീ സമൂഹത്തിന് ഉപദ്രവം ഉണ്ടാക്കരുത്, മരം കയറാൻ പോണ്ട, ന വൃക്ഷം ആരോഹയത്. അത് ഉപലക്ഷണാർത്ഥത്തിൽ എടുത്തിട്ട് അങ്ങനെയുള്ളൊരു പരിപാടിയും ചെയ്യരുത്. അതാണ് മരം കയറരുത് നല്ല അർത്ഥം. എൻ്റെ പ്രവർത്തനം കൊണ്ട് സമാജത്തിന് എന്നെ നോക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. 4 ദിവസം കാല് പിടിക്കും, 5ാമത്തെ ദിവസം ഉപദ്രവം എന്നും പറയും. അതേ ഉള്ളൂ. അതുണ്ടാവരുത് എന്നാണ്. ഇത് പറഞ്ഞിട്ട് മരം കയറി ഏതെങ്കിലും ആളെ കണ്ടാൽ സന്യാസി അല്ലാന്ന് നാളെ പറഞ്ഞേക്കരുതേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മരത്തിൻ്റെ നെറുകയിൽ കയറുന്ന ആളായിരുന്നു പരമപൂജ്യ സിദ്ധിനാഥാനന്ദ സ്വാമികൾ. പരമപൂജ്യ സിദ്ധിനാഥാനന്ദ സ്വാമികൾ മരത്തിൻ്റെ നെറുകെ കയറുമായിരുന്നു. അതുകൊണ്ട് സ്വാമിജി കേൾക്കാതെ ഇരട്ടപ്പേരടക്കം സ്വാമിജിക്ക് ഉണ്ടായിരുന്നു, ബ്രഹ്മചാരിമാർ വിളിക്കുന്ന പേര്. അത് പറയുന്നില്ല. സ്വപ്രഭാനന്ദ സ്വാമി മരം കയറുകയല്ല, മരത്തിൻ്റെ നെറുകയിൽ ഒറ്റ കയ്യിൽ നിന്നിട്ട് അതിലത്തെ മാങ്ങ മുഴുവൻ പറിച്ച് അരയിൽ കെട്ടിയ സഞ്ചിയിലിട്ട് സഞ്ചി നിറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു മാങ്ങയ്ക്ക് പോലും ഒരു കേട് വരാതെ, അതാണ് ആ കർമ്മത്തിൻ്റെ നിപുണതയാണ്. ഒരു മാങ്ങയ്ക്ക് പോലും കേട് വരാതെ കയറ് കെട്ടി അത് താഴത്തിറക്കി പരസഹായമില്ലാതെ ആ സഞ്ചിയിൽ നിന്ന് മാങ്ങ മുഴുവൻ പുറത്തേക്കിട്ട്, മറ്റേ സാധാരണഗതിയിൽ താഴത്തെ ഒരാൾ നിന്നിട്ടാണ് അതാണ് 2 കുലുക്കൽ സ്വാമി കുലുക്കുമ്പോഴത്തേക്ക് മാങ്ങ മുഴുവൻ നിലത്ത് വീഴും. എന്നിട്ട് അത് വീണ്ടും എടുത്ത് ഈ സമയമാകുമ്പോഴത്തെ ദേഹം മുഴുവൻ നീറ് ഉണ്ടാവും. തൊലി കാണാത്ത വിധത്തിൽ നീറുണ്ടാവും. നേരിട്ട് കണ്ടതായി പറയണത്, കാണാത്ത പറയുന്നില്ല. അത് മുഴുവൻ കഴിഞ്ഞാൽ സ്വാമിജി ഉദ്ദേശിച്ച് അത്രയും പറിച്ചിട്ടേ താഴെ ഇറങ്ങുള്ളൂ. 100 ലക്ഷം കടിച്ചാലും ഒരു മാറ്റവും ഇല്ല.
അത് സന്യാസി അല്ലായെന്നൊന്നും പറഞ്ഞേക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ശാസ്ത്രവാക്യങ്ങളും നമ്മൾക്ക് മറ്റുള്ളവരെ അളക്കാനും പിടിക്കാനുള്ളതല്ല, അതിൻ്റെ താല്പര്യം മനസ്സിലാക്കി ഗ്രഹിക്കാനുള്ളതാണ്. അത് ശ്രദ്ധിക്കുക. ഇരിക്കട്ടെ. അപ്പം അതുകൊണ്ട് നമുക്ക് ക്രമമായി വരാം. എങ്ങനെ വരാം നോക്കൂ. തദേതത് സത്യം മന്ത്രേഷു കർമാണി കവയോ യാന്യപശ്യൻ താനി ത്രേതായാം ബഹുധാ സന്തതാനി താന്യാചരഥ നിയതം സത്യകാമാ ഏഷ വഃ പന്ഥാ സുകൃതസ്യ ലോകേ. തദേതത് സത്യം മന്ത്രേഷു കർമാണി കവയോ യാന്യപശ്യൻ താനി ത്രേതായാം ബഹുധാ സന്തതാനി താന്യാചരഥ നിയതം സത്യകാമാഃ ഏഷ വഃ പന്ഥാ സുകൃതസ്യ ലോകേ. തദേതത് സത്യം. ഇത് ശരിയാട്ടോ, സത്യമാണ്. തത് അത്, ഏതത് ഇത്. അപ്പോൾ തദേതെന്ന് പറഞ്ഞാൽ ഇത്, അത് സത്യം, സത്യമാണ്. എന്താ ഇപ്പോൾ പറയണത്? എന്ത് എന്ത് ഇത്? പറഞ്ഞുതരാം, കേട്ടോളൂ. മന്ത്രേഷു യാനി കർമാണി കവയഃ അപശ്യൻ. മന്ത്രങ്ങളിൽ, താത്പര്യം മന്ത്രങ്ങളിലൂടെ, മന്ത്രങ്ങളിലൂടെ നമ്മൾ താത്പര്യാർത്ഥം എടുക്കുന്നതാണ്, മന്ത്രങ്ങളിൽ നിന്നാണ് വാച്യാർത്ഥം. അപ്പം മന്ത്രങ്ങളിലൂടെ യാനി കർമാണി, യാവ കർമ്മങ്ങളെ, ഏതേത് കർമ്മങ്ങളെ, കവയഃ അപശ്യൻ, കവികൾ ഋഷിമാർ ദർശിച്ചിട്ടുണ്ടോ. മന്ത്രങ്ങളിലൂടെ, സംഹിതാ ബ്രാഹ്മണങ്ങളിലൂടെ, വേദത്തിൻ്റെ സംഹിതാ ബ്രാഹ്മണങ്ങളിലൂടെ ഋഷീശ്വരന്മാർ ഏതേത് കർമ്മങ്ങളെ ദർശിച്ചിട്ടുണ്ടോ, ഉപദേശിച്ചിട്ടുണ്ടോ, താനി അവ ത്രേതായാം ബഹുധാ സന്തതാനി, മൂന്നായി പിരിഞ്ഞതിൽ പല പ്രകാരം വികസിതമാണ്. ഋഗ്യജു സാമലക്ഷണമായ വേദത്തിൽ വികസിതമാണ്, അല്ലെങ്കിൽ ത്രേതായുഗത്തിലേ വികസിതമാണ്, അഥവാ യജ്ഞ അധ്യയന ദാനാദികളിൽ യജ്ഞകർമ്മം ചെയ്യുക, വേദം അധ്യയനം ചെയ്യുക, ദാനം ചെയ്യുക തുടങ്ങിയ കർമ്മങ്ങൾ, ആ 3 കർമ്മങ്ങൾ ചേർന്നതിൽ ഇത് വികസിതമാണ്. അഥവാ അമ്മ, അച്ഛൻ, ആചാര്യൻ എന്നിവരിലൂടെ ലഭിക്കപ്പെടുന്ന ഉപദേശത്തിൽ അത് വികസിതമാണ്. അനേക അർത്ഥങ്ങൾ ത്രേത എന്നുള്ളതിന് പറയാം. സന്തതാനി, വ്യാപ്താനി. ഏറ്റവും നല്ലത് വേദത്തിൽ നിന്ന് അർത്ഥമെടുക്കുന്നതാണ്. ഋഗ്യജു സാമങ്ങളിൽ, അല്ലെങ്കിൽ ഉപാസന, കർമ്മോപാസനാജ്ഞാനം എന്നുള്ളതിൽ പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ അവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പ്രഖ്യാപനമാണിത്. ഋഷിമാർ മന്ത്രങ്ങളിൽ യാതൊരു കർമ്മങ്ങളെ കണ്ടുപദേശിച്ചിട്ടുണ്ടോ അത് വേദങ്ങളിലൂടെ വിപുലമാണ്, വിഭക്തമാണ്. നിത്യ, നൈമിത്തിക, കാമ്യ പ്രായശ്ചിത്തങ്ങൾ. നിത്യകർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ, കാമ്യകർമ്മങ്ങൾ, പ്രായശ്ചിത്ത കർമ്മങ്ങൾ. അതാണ് 4 കർമ്മങ്ങൾ. നിത്യമാചരിക്കേണ്ടവ നിത്യങ്ങൾ,
പ്രധാനമായി പഞ്ചമഹായജ്ഞങ്ങളൊക്കെ വരും. നൈമിത്തികങ്ങൾ നിമിത്തവശാൽ ആചരിക്കേണ്ടത് ഷോഡശ സംസ്കാരങ്ങളൊക്കെ വരും. കാമ്യങ്ങൾ കാമനാപൂരണത്തിന് ചെയ്യേണ്ടത് പലതുണ്ട്. എന്താണോ കാമന അതിനനുസരിച്ച് വിഭിന്നമാണ്. പിന്നെ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലോ ചെയ്യരുതാത്തത് ചെയ്താലോ ഉണ്ടാകുന്ന അപരാധം, ആ അപരാധത്തിൽ നിന്നാണ് പാപമുണ്ടാകുന്നത്. പാപപരിഹാരാർത്ഥം ചെയ്യുന്നതാണ് പ്രായശ്ചിത്തം. 4 തരം കർമ്മങ്ങളാണ്. ഈ വൈദിക കർമ്മങ്ങളെ ഋഷിമാർ കണ്ടറിഞ്ഞു, അവരുപദേശിച്ചു വേദങ്ങളിലൂടെ, വിസ്തൃതമാക്കി ഋഗ്യജുസാമ ലക്ഷണമായ വേദത്തിലൂടെ. ഇതൊരു സത്യപ്രസ്താവനമാണ്. ഇത് സത്യമാണത്. എന്താണോ വേദത്തിലൂടെ ഋഷിമാർ പറഞ്ഞത് അത് സത്യമാണ്. അതിൽ സത്യത്വ ബുദ്ധി നമുക്ക് വേണം. വേദത്തിൽ ശ്രദ്ധ വേണം. എന്നിട്ട് ഋഷി ഉപദേശിക്കുകയാണ്, സത്യകാമാ, അല്ലയോ സത്യകാമന്മാരെ, സത്യത്തെ കാമിക്കുന്നവരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, താനി നിയതം ആചരഥ, അവയെ നിത്യമായും നിശ്ചയമായും നിങ്ങൾ ചെയ്യൂ. ഋഷിമാർ വേദങ്ങളിലൂടെ ഏതേത് കർമ്മങ്ങളെ ലോകത്തിന് വെളിപ്പെടുത്തിയിട്ടുണ്ടോ, നിത്യനൈമിത്തിക കാമ്യ പ്രായശ്ചിത്ത ലക്ഷണമായിട്ട് അവയെ നിങ്ങൾ നിയതമായി നിശ്ചിതമായി നിത്യമായി ചെയ്യൂ, ആചരിക്കൂ. പിന്നെ അല്ലാണ്ടാരാ? വേറെ ആരാ? ഈ കാമ്യം എന്തൊരു മോശമെന്നൊരു തോന്നലുണ്ടോ? ആ തോന്നല അതാദ്യം മാറ്റൂ. ലോകത്തിലെല്ലാം വേണം. ഇനി കാമ്യം മാത്രമേ ഉള്ളൂ. നശീകരണത്തിനുള്ള കർമ്മങ്ങളില്ല, അതും കാമ്യത്തിൽപ്പെട്ടതാണ്. ഞാൻ നേരെയാവണം എന്നുള്ളത് പോലെ അവ നശിക്കണം എന്നുള്ളതുമുണ്ട്. ധാരാളം കർമ്മങ്ങളുണ്ട് അധർവ പ്രതിപാദിതമായിട്ട്. അത് വേണ്ടെന്ന് പറയരുത്, ആവശ്യമാണ്. വേണ്ട. ഈ ഋഷി എന്ന് പറഞ്ഞാൽ വേദാന്തി മാത്രമാണോ ഋഷി? ആദ്യം മാറ്റൂ. ആയുർവേദവും ഋഷി ദർശിതമാണ്, ധനുർവേദവും ഋഷി ദർശിതമാണ്, ജ്യോതിശാസ്ത്രവും ഋഷി ദർശിതമാണ്. വേദാന്തി അല്ല ഋഷി. കാമശാസ്ത്രം ഋഷി ദർശിതമാണ്, അർത്ഥശാസ്ത്രം ഋഷി ദർശിതമാണ്. കാമശാസ്ത്രത്തിൽ പ്രതിപാദിച്ച വിഷമഭോഗങ്ങൾ ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റില്ല മനുഷ്യന്. പിന്നെയല്ലേ ഒരു പോൺ ഫിലിമിലും അത് അത്രയൊന്നുമില്ല. പിന്നെയല്ലേ പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് കാമ്യം ഋഷിപ്രോക്താണോ എന്ന് വെച്ചാൽ അതെ. കാമ്യം മാത്രമല്ല, അവനെ ഓടിക്കാനുള്ളതും അവനെ ചുട്ടു വെണ്ണീറാക്കാനുള്ളതും അവൻ നമ്മുടെ പിന്നാലെ ഭൃത്യനായി വരുന്നതിനുള്ളതും ഒക്കെ ഉണ്ട്. അതിനുള്ള വഴി അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടാവും. വാൾ എടുക്കാൻ പഠിക്കുന്നതിന് മുമ്പ് പരിചയം എടുക്കാൻ പഠിപ്പിക്കും. ഗുരുനാഥൻ പരിചയം കൊടുത്തിട്ടേ വാൾ കൊടുക്കാറുള്ളൂ. ഇന്ന് വാൾ ആദ്യം കൊടുത്ത് പരിചയം പിന്നെ കൊടുക്കുന്നവരുണ്ടാവുമായിരിക്കാം. ഗുരുനാഥന്മാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവർ പരിചയം കൊടുത്തിട്ടേ വാൾ കൊടുക്കുള്ളൂ. പറഞ്ഞർത്ഥം മനസ്സിലായോ? അത്ര മതി, അത്ര മനസ്സിലായാൽ മതി. അല്ലെങ്കിൽ ചർച്ച അവിടെ നിൽക്കും. എന്താ ചെയ്യുക, ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അതുവരെയുള്ള വേദാന്തമൊക്കെ പോയി. എന്ത് ധാരാളം പ്രയോഗിക്കുന്നവരുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടത് എത്രമാത്രം ഉപാസനാബലം സംഭരിക്കുന്നുണ്ട്. അല്ലാണ്ട് പ്രയോഗിച്ചാൽ തിരിച്ചടിക്കുക. എന്നാലും സാധിക്കുന്നവരുണ്ട്, ഇല്ലയെന്നൊന്നും പറയരുത്.
ധാരാളമുണ്ട്, ധാരാളമുണ്ട്. ഇത് ഏത് ഉപാസനാബലം നോക്കൂ. നിങ്ങൾ ഈ ഒന്നാമത്തെ പ്രശ്നം വരുന്നത് ഈ ഉപാസന ജ്ഞാനം എന്നൊക്കെ പറയുമ്പോൾ ഉടനെ നമ്മൾ വേദാന്തത്തിലേക്കും സത്വത്തിലേക്കും പോവും. നമ്മെ സംബന്ധിച്ച് വേദാന്ത ക്ലാസ്സിൽ അത് മതി, നമ്മെ സംബന്ധിച്ച് സന്യാസത്തിൽ അത് മതി. പക്ഷേ ഒരു സമാജത്തെ സംബന്ധിച്ച് അർത്ഥം, കാമം, ധർമ്മം, മോക്ഷം എന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളുണ്ട്. അവിടെ പ്രായോഗികമായി ശത്രുവുണ്ട്. എല്ലാവരും ഒന്നാണ്, ആത്മസ്വരൂപം എല്ലാവരിലും കുടികൊള്ളുന്ന ചൈതന്യം ഒന്നാന്ന് പറഞ്ഞിട്ട് മറ്റവൻ നമ്മളെ കൊരങ്ങം വെച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ ചെയ്യുക? അവിടുന്ന് നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നുഴഞ്ഞ് കയറിയിട്ട് അവൻ ഭാരതത്തെ നശിപ്പിക്കാൻ വേണ്ടി വരുമ്പം നീയും ഞാനും ഒന്നാണ്, ത്വമേവാഹം എന്ന് പറഞ്ഞാൽ ശരിയാവുക? അവിടെ അവൻ നമ്മുടെ നാട്ടിൽ ദുഷ്ടബുദ്ധിയോടുകൂടി കാല് കുത്തുന്നതിന് മുമ്പ് അവൻ്റെ കാല് വെട്ടുക വേണ്ടത്, അല്ലെങ്കിൽ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിപ്പിക്കുക വേണ്ടത്. അല്ലെങ്കിൽ നമ്മളുണ്ടാവില്ല, രാഷ്ട്രം ഉണ്ടാവില്ല, ലോക വ്യവസ്ഥ ഉണ്ടാവില്ല. ചിലർ വിചാരിച്ചിരുന്ന വേദാന്തം മാത്രം ഋഷി പറഞ്ഞ നോക്കെ നന്നായി വരട്ടെ. ഇവിടെ ശക്തി ഉപദേശിച്ചു, ശാന്തി ഉപദേശിച്ചു. ശാന്തി മന്ത്രം ഉപദേശിച്ചു അതേ ഋഷി തന്നെയാണ് ശക്തിയുടെ ധനുർവേദം ഉപദേശിച്ചത്. പത്മവും ശംഖവും പിടിച്ച വിഷ്ണു തന്നെയാണ് ഗദയും ചക്രവും പിടിച്ചത്. ഇത് കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കണില്ല വെച്ചാൽ എന്ത് ചെയ്യാനാ? ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട്. ഭഗവാന്റെ അടുത്ത് ഒരു തെറ്റുമില്ല, ഭഗവാൻ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലയോ സത്യകാമന്മാരെ, താനിയാചരഥ, അവയെ നിങ്ങൾ ആചരിക്കൂ. എപ്പോ? നിയതം, നിത്യമായും നിശ്ചയബുദ്ധിയോടുകൂടി ആചരിക്കൂ. എന്നിട്ട് ഋഷി പറയാണ്, ഏഷ ഇത്, വഹ നിങ്ങൾക്ക്, പന്ഥാ മാർഗം, ഇതാണ് നിങ്ങൾക്കുള്ള വഴി കേട്ടോ. നിങ്ങൾ കർമ്മം ആചരിച്ച് ലോകത്തിൽ ജീവിക്കൂ, വേദവിഹിതങ്ങളായ കർമ്മങ്ങളെ ചെയ്യൂ. ഹോമങ്ങൾ, പൂജകൾ, യജ്ഞങ്ങൾ, ദാനങ്ങൾ, തപസ്സുകൾ, ഈ വക ജ്ഞാനങ്ങളെ, കർമ്മങ്ങളെ മുഴുവൻ നിങ്ങൾ ആചരിക്കൂ. യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. മനുഷ്യന്മാർക്ക് അന്ധക്കരണ ശുദ്ധി നൽകുന്നവയാണ് യജ്ഞദാന തപസ്സുകൾ. അതുകൊണ്ട് അവയെ ഉപേക്ഷിക്കാതെ അവയെ ചെയ്യൂ. താന്യാചരഥ, അത് വെറുതെ കാണിച്ചു കൂട്ടിയാൽ പോരാ, നിയതമായിട്ട് ചെയ്യണം, നിശ്ചയബുദ്ധിയോടുകൂടി ചെയ്യണം, നിത്യവും ചെയ്യണം, ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഇതാ നിങ്ങൾക്കുള്ള വഴി. സുഹൃതസ്യ ലോകേ, ഈ സുഹൃതത്തിൻ്റെ ലോകത്തിൽ, ലോകം സുഹൃതപ്രാപ്തമാണ്. ലോകം കാണപ്പെടുന്നത്, അനുഭവിക്കപ്പെടുന്നത്. ലോകം എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ദി വേൾഡ് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ വേറൊരാൾ പറഞ്ഞു ജഗത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യൂ, അപ്പോഴും ദി വേൾഡ് എന്ന് പറയും. വേറൊരാൾ പറഞ്ഞു ഭുവനം ട്രാൻസ്ലേറ്റ് ചെയ്യൂ, അപ്പോഴും ദി വേൾഡ് എന്ന് പറയും. എന്തൊരു കഷ്ടമാണ്. ഇവിടെ അതല്ല, ഓരോന്നിനും നിയതാർത്ഥങ്ങളുണ്ട്. ഇപ്പം ലോകം എന്ന് പറയുമ്പോൾ കാണപ്പെടുന്നത്, അനുഭവിക്കപ്പെടുന്നത്. ഭുവനം എന്ന് പറയുമ്പോൾ എവിടെയാണോ സമസ്ത ജീവരാശികളും ജനിക്കുന്നത്, വസിക്കുന്നത്, അതാണ് ഭുവനം. ജഗത്ത് എന്ന് പറഞ്ഞാൽ ചലനാത്മകമായതെന്തോ അത്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാത്മകമായതെന്തോ അത്, അഥവാ പ്രകടമായതെന്തോ അത്. വിശ്വം എന്ന് പറഞ്ഞാൽ എല്ലാം. അങ്ങനെ ഓരോന്നിനും നിയതാർത്ഥാണ്. അപ്പം ലോകം എന്ന് പറഞ്ഞാൽ കർമ്മഫലജനിതമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ലോകം നമ്മുടെ കർമ്മത്തിലൂടെ ജനിച്ചതാണ്. നാളെയിലെ ലോകത്തെ ഉണ്ടാക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ കർത്തവ്യമാണ്.
അതുകൊണ്ട് ഇത് ലോകമാണ്. ഈ സുഹൃതത്തിൻ്റെതായ ലോകത്തിൽ എത്ര നമ്മൾ ചെയ്ത് കൈവശാക്കിയിട്ടുണ്ടോ അതാണ് നമ്മുടെ ലോകം. കുറേ ചെയ്തവർക്ക് കുറേ ഉണ്ടാവും, വലുതുണ്ടാവും. കുറച്ച് ചെയ്തവർക്ക് കുറച്ചായിരിക്കും. ഇതൊക്കെ എൻ്റെ കണക്കിനനുസരിച്ചാണ്. ഇവിടെ അതൊന്നുമില്ല. എന്ത് മറ്റേ റിസർവേഷനും അങ്ങനത്തെ പോളിസിയൊന്നുമില്ല. മറ്റവന് 56 ഇഞ്ച് നെഞ്ച് വേണം, ഇവന് 48 ഇഞ്ച് നെഞ്ച് മതി, അതൊന്നുമില്ല. ഇത് SI ആവാൻ വേണ്ടി പോയതാണ്. അവന് 56 വേണം, അവനെല്ലാം കൂടി വിരിച്ച് നെഞ്ച് പൊട്ടാനായിരിക്കുകയാണ് അളക്കുമ്പോൾ. അപ്പോൾ ഇവൻ്റെ ക്യൂവിൽ വന്നപ്പോൾ ഇവനാ വേണ്ട 48 മതി, ഇവനും SI ആവും. 9.6 ഗ്രേഡ് കിട്ടിയ കുട്ടിക്ക് MBBS കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ. ആ കുട്ടിക്ക് സർജറിയാണ് വേണ്ടത്. 9.6 മാർക്കുണ്ട്. ആ കുട്ടിക്ക് സർജറിക്ക് കിട്ടിയില്ല. പാരാമെഡിക്കലിന് വല്ലതും പോകാമെന്ന്. അപ്പോൾ കുട്ടിക്ക് സർജറി തന്നെ കിട്ടണം നിർബന്ധം. എന്നിട്ട് ഒന്നും കൂടി ട്രൈ ചെയ്യാണ്. ഇപ്പോൾ അതേ സമയത്ത് കിട്ടിയത്, അഡ്മിഷൻ കിട്ടിയതോ 6.2 ഉള്ള ആൾക്ക്. 6.2 ഉള്ള ആൾക്കാണ് സർജറിക്ക് കിട്ടിയത്. 9.2 ഉള്ള ആൾക്ക് കിട്ടിയില്ല. അതൊന്ന് ആലോചിച്ച് നോക്കും. 9.6 കിട്ടിയില്ല. ഇവനാണ് നാളെ കീറാൻ പോണത്. എവളാണ് നാളെ കീറാൻ പോണത്? ഹൃദയം. എന്താ ചെയ്യുക സ്വാമി, നിങ്ങളൊരു സവർണ ഫാഷിസ്റ്റാണ്. സന്തോഷം. ഇത് പറഞ്ഞാൽ സവർണ ഫാഷിസ്റ്റ് ആണെങ്കിൽ വിരോധമൊന്നുമില്ല. വസ്തുതയാണ് പറഞ്ഞത്, അനുഭവമാണ് പറഞ്ഞത്. ആ കുട്ടി വളരെ സങ്കടമായിട്ട് തോന്നി. ഞാൻ പറഞ്ഞു, നീ സങ്കടപ്പെടുമൊന്നും വേണ്ട, ഇതാണ് നമ്മുടെ നാടിൻ്റെ വ്യവസ്ഥ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിനക്ക് അത് തന്നെ വേണമെന്നുണ്ടോ? ഒറ്റ വഴിയേ ഉള്ളൂ, നല്ലോണം പഠിച്ചിട്ട് കൂടുതൽ കിട്ടുമോ നോക്കുക, അല്ലെങ്കിൽ പുറത്തു പോകുക, മറ്റ് രാജ്യങ്ങളിൽ പോയി പഠിക്കുക. മറ്റ് രാജ്യങ്ങളിൽ നീതി അനുസരിച്ച് കിട്ടും. ആർക്കാണോ യോഗ്യത അയാൾക്ക് കിട്ടും. അവിടെ പോയിക്കോ, അമേരിക്ക പോയി പഠിച്ചോ. പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണ്, എന്ത് ചെയ്യും? ആ കുട്ടിയുടെ വേദന എത്ര ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹൈ മാർക്കിൽ MBBS പാസ്സായി, എന്നിട്ട് ഈ ടെസ്റ്റിന് എഴുതി ഈ ഇത്ര ഗ്രേഡ് കിട്ടിയിട്ടാണ് തന്നേക്കാൾ 3 കുറഞ്ഞ, അതായത് 30% കുറഞ്ഞ ആൾക്കാണ് അഡ്മിഷൻ കിട്ടുന്നത്. ഇതാണ് ലോകം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സവർണ ഫാഷിസ്റ്റായി. ഒരു ഭാഗത്ത് നമ്മുടെ രാഷ്ട്രത്തെ മഹിമയിലേക്ക് നയിക്കണം എന്ന് പറഞ്ഞാൽ അതേ ആൾക്കാർക്ക് തന്നെ പറയേണ്ടി വരിക, നീ പുറത്തു പോയി പഠിച്ച മോളെ. ഇതൊരു സങ്കടം ആലോചിച്ച് നോക്കൂ. പറയുമ്പോൾ ഒരു സങ്കടമുണ്ട്. ഇരിക്കട്ടെ. അപ്പം അതുകൊണ്ട് സുഹൃതസ്യ ലോകേ, സുഹൃതത്തിൻ്റെതായ ലോകത്തിൽ ഇതാണ് നിങ്ങളുടെ വഴിയെന്ന് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും കർമ്മങ്ങളെ അനുഷ്ഠിക്കൂ. നിത്യകർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ, കാമ്യകർമ്മങ്ങൾ, പ്രായശ്ചിത്ത കർമ്മങ്ങൾ. കാമ്യമാർക്കും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല കേട്ടോ. കാമ്യം ചെയ്തോളണം എന്ന് പറയാൻ ആർക്കും പറ്റില്ല. കാമ്യം കാമനയുള്ളവൻ ചെയ്താൽ മതി. നിത്യനൈമിത്തിക പ്രായശ്ചിത്തങ്ങൾ നിർബന്ധമായിട്ട് പറയാം. കാമ്യം അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. പക്ഷേ കാമന ഉള്ളവനത് മറച്ചു വയ്ക്കരുത്. ഇത് നമുക്ക് പറ്റുന്ന വലിയൊരു കുഴപ്പം, കുറച്ച് ധർമ്മശാസ്ത്രങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞാൽ, കഷ്ടകാലത്തിന് അവിടുന്ന് ഇവിടുന്ന് 4 വേദാന്തം കേട്ടാൽ കപടന്മാരായിത്തീരും. തൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ടാവും. ഞാൻ ഒരു പെണ്ണാണെങ്കിൽ ആണിനെ കാണുമ്പോൾ ഒരു താല്പര്യമൊക്കെ ഉണ്ടാവും. ഞാൻ ഒരു ആണാണെങ്കിൽ പെണ്ണിനെ കാണുമ്പോൾ ഒരു താല്പര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ പുറത്ത് മൂടി വയ്ക്കൊന്നുമില്ല. ഞാൻ വേദാന്തിയാണ്, എന്ത്, എനിക്ക് യാതൊരു കാമനയില്ല. ഇങ്ങനെ ആത്മവഞ്ചന ചെയ്ത് ദിവസം തോറും സംഘർഷത്തിൽ നിന്ന് സംഘർഷത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ്. നേരെ മറിച്ച് എന്ത് വേണം? അപ്പോൾ കാമ്യം ചെയ്യണം. എന്താ കുഴപ്പം? എനിക്ക് പണത്തിന് യാതൊരു ആഗ്രഹമില്ല, പുറത്ത് കൃത്രിമമായി കാണിക്കാൻ. ഉള്ളിലാണെങ്കിൽ നിറഞ്ഞ ആഗ്രഹം ഉണ്ടാവും. എന്നിട്ട് കൃത്രിമത്വം കാണിക്കാം.
ഒരിക്കലും പാടില്ല. തുറന്ന ഭാവമായിരിക്കണം. അപ്പോൾ പണം കിട്ടാൻ വേണ്ടി പരിശ്രമിക്കണം, അതിനുള്ള കാമ്യങ്ങൾ ചെയ്യണം. എന്താ കുഴപ്പം? മനുഷ്യനുള്ളതല്ലേ ഇതൊക്കെ. അപ്പം അതുകൊണ്ട് കാമ്യം ആർക്കും നിർബന്ധിക്കാൻ പറ്റില്ല, പക്ഷേ കാമനയുള്ളവൻ കാമ്യം ചെയ്യണം. അങ്ങനെ നിത്യനൈമിത്തിക കാമ്യ പ്രായശ്ചിത്ത രൂപമായ കർമ്മങ്ങളെ നിയതമായി നിങ്ങൾ ആചരിക്കൂ. ഇതാണ് ചിത്തശുദ്ധി നേടാനുള്ള മാർഗം, ഇതാണ് ലോകത്തിൽ ഉയരത്തിലെത്താനുള്ള മാർഗം, ഇതാണ് ജീവിതത്തെ സാർത്ഥകമാക്കാനുള്ള മാർഗം. ഇതല്ലാതെ വഴിയില്ല. അതുകൊണ്ടാണ് ഉപനിഷത്ത് തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, കുർവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛതം സമാഹ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ശേഷം പറയും, ഏവം ത്വയി ന അന്യഥാ ഇതഃ അസ്തി. ഇതല്ലാതെ ഈ കർമ്മ മേഖലയിൽ നിന്ന് അപ്പുറത്തേക്ക് എത്താൻ നിനക്ക് വേറൊരു വഴി ഇല്ല. കർമ്മം ചെയ്യല്ലാണ്ട് കർമ്മത്തിൻ്റെതായ ബാധ്യതയിൽ നിന്ന് വേറൊരു വഴി നിനക്ക് ഇല്ല. അതുകൊണ്ട് ഇതാണ് നിൻ്റെ വഴി. വ്യക്തമാണല്ലോ. അപ്പം ഏതേത് കർമ്മങ്ങളെ വേദത്തിലൂടെ ഋഷിമാർ വിപുലീകരിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ ചെയ്യൂ. അപ്പം എങ്ങനെ ചെയ്യണം അതിവിടെ വിസ്തരിച്ചൊന്നും പറയില്ല. നിങ്ങൾ കൽപ്പശാസ്ത്രം പഠിച്ചോളൂ, ഗുരുനാഥന്മാരെ അടുത്തുനിന്ന്, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്തോളൂ. അല്ലാതെ എങ്ങനെ അഗ്നി ഹോമകുണ്ടം ഉണ്ടാക്കണം, എങ്ങനെ ജ്വലിപ്പിക്കണം, എങ്ങനെ ഹവിസുകൾ അർപ്പിക്കണം, അതിൻ്റെ മന്ത്രങ്ങൾ എന്തൊക്കെയാണ്, അതൊന്നും ഉപനിഷത്തിൻ്റെ വിഷയമല്ല. അത് അവിടെ പോയി പഠിക്കണം. അപ്പം ഇത്രയും കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ അപ്പുറത്ത് പോയിക്കൊള്ളണം, അവിടെ പഠിച്ചോളണം. മുമ്പ് നമ്മളൊക്കെ ഈ LP സ്കൂൾ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു, അടുത്തത് അറബി ക്ലാസ്. അടുത്തത് അറബി ക്ലാസ് എന്ന് പറഞ്ഞാൽ അറബി പഠിക്കുന്ന കുട്ടികളൊക്കെ വേറൊരു ക്ലാസ്സിലേക്ക് പോകും. ബാക്കി കുട്ടികൾ 5 or 6 പേരുണ്ടാവും ക്ലാസ് റൂമിൽ. അവർ പുറത്തേക്ക് ഓടുക, കളിക്കുക, ഉള്ള പരാക്രമങ്ങൾ മുഴുവൻ ചെയ്യുക, എല്ലാ വികൃതി ഒപ്പിക്കണത് ആ സമയത്താണ്. അതൊക്കെ പഠിപ്പില്ല. പഠിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു. അതെ, അങ്ങനെയായിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഏറ്റവും സന്തോഷമുള്ള സമയം എപ്പോഴാണെന്ന് വെച്ചാൽ അറബി ക്ലാസ് വരുമ്പോഴാണ്. അതുപോലെയാണത്. അതിൽ പോയിക്കൊള്ളണം, പഠിച്ചോളണം. ഇവിടെ പറയില്ല, അത് അവിടെ ആ ക്ലാസ് പോയി പഠിക്കണം. വ്യക്തമാണല്ലോ. എന്നാലും ചില സൂചന പറയാം, അത്രയേ ഉള്ളൂ. എന്താണത്? യദാലേലായതേ ഹ്യർച്ചി സമിദ്ധേ ഹവ്യവാഹനേ തദാജ്യഭാഗാവന്തരേ നാഹുതി പ്രതിപാദയേത്. യദാ ലേലായതേ ഹ്യർച്ചിഃ സമിദ്ധേ ഹവ്യവാഹനേ തദാജ്യഭാഗാവന്തരേണാഹുതി പ്രതിപാദയേത്. യദാ ലേലായതേ ഹ്യർച്ചിഃ സമിദ്ധേ ഹവ്യവാഹനേ. ഹവ്യവാഹനേ സമിദ്ധേ. യദാ, യദാ എപ്പോഴാണോ, യദാ എപ്പോഴാണോ, ഹവ്യവാഹനേ സമിദ്ധേ, ഹവ്യവാഹനൻ നല്ലതുപോലെ ജ്വലിപ്പിക്കപ്പെടുമ്പോൾ, സമ്യക് യുദ്ധമാകുമ്പോൾ. യുദ്ധമാവുക, ജ്വലിപ്പിക്കപ്പെടുക, സമ്യക് നല്ല പോലെ. ആര്? ഹവ്യവാഹനൻ. ആരാ ഹവ്യവാഹനൻ? അഗ്നി. ഹവ്യത്തെ വഹിക്കുന്നവനാണ് ഹവ്യവാഹനൻ. ഹവ്യം മന്ത്രപൂർവം സമർപ്പിക്കപ്പെടുന്നത് ഹവ്യം. ഹവനത്തിൽ മന്ത്രപൂർവം സമർപ്പിക്കപ്പെടുന്നത് ഹവ്യം.
ആ ഹവ്യത്തെ വഹിച്ചു കൊണ്ടുപോകുന്നവൻ. ഒരു കൊറിയർ സർവീസുകാരനോ അല്ലേ, പോസ്റ്റ് മാഷെന്ന് പറയാൻ പറ്റില്ല, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റ് എന്നേ പറഞ്ഞു. അതെ, മാഷെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ കൊടുക്കുന്ന ഹവ്യത്തെ ആർക്കാണോ ഉദ്ദേശിച്ചത് അവർക്ക് എത്തിച്ചു കൊടുക്കണം. ആൾ രുദ്രായ സ്വാഹ എന്ന് പറഞ്ഞാൽ ഉടനെ രുദ്രൻ എത്തിച്ചു കൊടുക്കും. വിഷ്ണവേ സ്വാഹ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന് എത്തിച്ചു കൊടുക്കും. അഡ്രസ്സ് മാറില്ല, കറക്റ്റ് അഡ്രസ്സിലാണ്. സ്വാഹയാണ്, സ്വാഹ എന്നാ പറയണത്, പക്ഷെ സ്വാഹയല്ല കൊണ്ടുപോണത്. ഇത് പണ്ട് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നൊരു കഥയുണ്ട്. ഒരാൾ കാര്യസാധ്യത്തിന് വേണ്ടി മജിസ്ട്രേറ്റിൻ്റെ അടുത്തോ മറ്റോ ആണ്, ഇനി താലൂക്ക് അധികാരിയുടെ അടുത്തോ എന്നറിയില്ല, എന്തായാലും അധികാരിയുടെ അടുത്താ പല പ്രാവശ്യം പോയി, ഇതൊന്ന് ശരിയാക്കി തരണം, ഇതൊന്ന് ശരിയാക്കി തരണം, ഇതൊന്ന് ശരിയാക്കി തരണം. 1000 പ്രാവശ്യം പോയിട്ട് ഒരു ഗുണവും ഇല്ല. ഒക്കെ നോക്കാം, ഒക്കെ പരിഗണിക്കാം എന്നൊക്കെ പറയാനല്ലാണ്ട് കാര്യം നടക്കണില്ല. ഒരു ദിവസം ഇദ്ദേഹം കോടതി പോയ സമയത്ത് വീട്ടിൽ പത്നിയേ ഉള്ളൂ. ഇയാൾ ചാക്കിൽ കുറേ ചേന, കായ, കുറച്ച് പഴം, കിഴങ്ങുകൾ ഒക്കെ ഇട്ട് നിറച്ച് കൊണ്ടുപോയി. എന്താ, ഒന്നുമില്ല, അമ്മേനെ കാണാൻ വന്നതാണ്. എന്താ ഇപ്പോൾ ഇതൊക്കെ? അല്ല, ഇതിവിടെ ഉപകാരപ്പെടുന്ന വസ്തുക്കളാണ്. കായുണ്ട്, ചേനുണ്ട്, ചേമ്പുണ്ട്. വെച്ചോളൂ. എന്താ പ്രശ്നം എനിക്കൊന്നും വേണ്ട, എന്നാ പോയിക്കോളൂ. ഞാൻ പോട്ടെ ഇട്ടുവോ. പോവാൻ നേരത്ത് അമ്മയോട് ഒരു കാര്യം പറയാണ്ടിരുന്നു. എന്താണ്? ഇന്നൊരു കാര്യമുണ്ട്, കുറേ കാലം ആദേശം ഒറ്റ ഒപ്പിട്ടാൽ മതി, കാര്യം നടക്കും. നീ പോയിക്കോളൂ, ഞാൻ ഏറ്റു. ഇദ്ദേഹം ശാപ്പാട് കഴിക്കാൻ വന്നപ്പോൾ ഇവർ മുഖം മുറിപ്പിച്ച് നിൽക്കുകയാണ്. എന്താണെന്നൊരു സുഖമില്ലാത്തൊരു പ്രസന്നതല്ലാത്തത്? നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, ആ പാവം പിടിച്ച കേശവന് അതൊന്നും ഒപ്പിട്ട് കൊടുത്തൂടെ? എത്ര കഷ്ടമുണ്ടവന്, നീക്കൊരു ഒപ്പിൻ്റെ പണിയല്ലേ ഉള്ളൂ. അന്ന് കേശവന് കാര്യം ശരിയായി. കേശവൻ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് അറിയുന്നവരാണ് പണ്ടേ നമ്മുടെ ഋഷിമാർ. അതുകൊണ്ട് അഗ്നിയോട് ഒരു കാര്യം പറയുമ്പോൾ അഗ്നിയുടെ പേര് വിളിച്ചല്ല പറയുക, അഗ്നിയുടെ പത്നിയുടെ പേര് വിളിച്ചാൽ പറയുക, സ്വാഹ. അര്യമാവിനോടൊരു കാര്യം പറയുമ്പോൾ അര്യമാവിൻ്റെ പേര് വിളിച്ചല്ല പറയുക, പത്നിയുടെ പേര് വിളിച്ചാൽ പറയുക, സ്വധാ. അഗ്നി കൊണ്ടുപോകണം വെച്ചാൽ സ്വാഹ. പത്നിയുടെ പേര് പറഞ്ഞാൽ കാര്യം നടക്കും, ഉറപ്പ്. അതുകൊണ്ടാണ് വിഷ്ണവേ സ്വാഹ. ശരിക്കും എന്താ പറയേണ്ടത്? അഗ്നേ വിഷ്ണവേ എന്നാ പറയേണ്ടത്. അല്ലയോ അഗ്നി, ഈ പാർസൽ വിഷ്ണുവിന് എത്തിക്കണം കേട്ടോ എന്നാ പറയുന്നത്. വിഷ്ണവേ, ഇത് വിഷ്ണുവിനായി കൊണ്ടുകൊടുക്കണം. അഗ്നി, നീ കേട്ടുവല്ലോ എന്നാ പറയേണ്ടത്. പകരം അഗ്നിനെ വിളിക്കുകയേ ഇല്ല. പിന്നെ വിളിക്കണതൊക്കെ ആരെയാണ്? സ്വാഹ. ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ പരാജയപ്പെട്ട എന്താ ചെയ്യുക? ഇതൊക്കെ പഠിച്ചിട്ടും നമ്മൾ പരാജയപ്പെട്ട എന്താ ചെയ്യുക? ഒരു ജീവിതത്തിൽ വേണ്ടത് മുഴുവൻ നമ്മുടെ ആചാര്യന്മാർ തന്നിട്ടുണ്ട്. എന്ത് ചെയ്യും? തിരിഞ്ഞു നോക്കണ്ടേ? കുറച്ച് പേര് വേദാന്തമൊന്നും പറഞ്ഞിരിക്കുക, അതാ കുഴപ്പം. അതുകൊണ്ട് ഹവ്യവാഹനെ അഗ്നി നല്ല പോലെ സമിദ്ധേ സമ്യക് ഇദ്ധേ, നല്ലതുപോലെ ജ്വലിച്ചുയരുമ്പോൾ എന്ത് ചെയ്യണം? അർച്ചിഹി ലേലായതേ. അതിൻ്റെ അർച്ചിസ്, ജ്വാല. അർച്ചിസ് എന്നുള്ളത് തീപ്പൊരി എന്നും അർത്ഥമുണ്ട്, ജ്വാല എന്നും അർത്ഥമുണ്ട്. ഇവിടെ ജ്വാല എന്നുള്ള അർത്ഥം എടുക്കുക. ലേലായതേ, ചേഷ്ടിക്കുന്നു. അഗ്നി നല്ല ജ്വലിക്കുന്ന സമയത്ത് അതിൻ്റെ ജ്വാല ചേഷ്ടിക്കും. തരൂ 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 എന്ന് പറഞ്ഞു. 7 നാവുകൾ: കാളി, കരാളി, മനോജവ, സുധൂമ്രവർണ. കാളി കരാളീച്ച മനോജവാച സുധൂമ്രവർണാച്ച സുലോചന, സുധൂമ്രവർണ, സ്ഫുലിംഗിനി, വിശ്വരുചി. ഇങ്ങനെ 7 നാവുകളാണ് അഗ്നിക്കുള്ളത്. 7 നാവുകൾ. ഇപ്പോൾ ഈ 7 നാവുകളും ശരിക്കും ഉയർന്നു വരും.
ശരിയായ ഹോമം ചെയ്യുമ്പോൾ. കാളി എന്നുള്ള നാവ് കറുത്ത വർണ്ണത്തോടു കൂടിയാണ്. കറുപ്പല്ല, ഒരു ഇരുണ്ട ബ്രൗണും കറുപ്പും ചേർന്നൊരു ഒരു കളറുള്ള ജ്വാലയാണ്. വളരെ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് കരാളി. ഭും ഭും എന്ന് പറഞ്ഞിട്ട് വളരെ വേഗതയിൽ പോകും. അത് മനോജവ. സ്ഫുലിംഗങ്ങളെ തെറിപ്പിച്ചുകൊണ്ട് വരുന്നൊരു നാവുണ്ട് സ്ഫുലിംഗിന്. വളരെ ശോഭയോടുകൂടി, സ്വർണത്തേക്കാൾ തിളങ്ങുന്ന വർണ്ണത്തോടു കൂടി, വിശ്വരുചി. ഇങ്ങനെ നാവുകൾ. അപ്പം ഈ നാവുകൾ ഉയർന്നിട്ട് വരുന്ന സമയത്ത് ലേലായതേ ഹ്യർച്ചിഹി സമിധേ ഹവ്യവാഹനെ, എപ്പോഴാ അത് വെച്ചാൽ അപ്പം കൊടുക്കണം. തഥാ ആജ്യഭാഗൗ അഗ്നയേ സോമായ ഇത്യാദി മന്ത്രങ്ങളോടുകൂടി ആജ്യഭാഗങ്ങളെ പ്രതിപാദനം ചെയ്യണം, സമർപ്പിക്കണം. അത് കർമ്മ വിഷയത്തിൽ കൂടുതൽ അറിവുള്ളവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഹോമകുണ്ഡത്തിൽ സമർപ്പിക്കുന്നതിന് സ്ഥാനങ്ങളുണ്ട്. മധ്യത്തിലുള്ള ആവാപസ്ഥാനം, ഈ നാവുകളുടെ മധ്യത്തിൽ ആവാപസ്ഥാനമുണ്ട്, അവിടെയാണ് സമർപ്പിക്കുന്നത്. അങ്ങനെ പ്രതിപാദനം ചെയ്താലും നല്ല പോലെ. അപ്പോൾ സമർപ്പിക്കുക, എന്നിട്ട് ഒത്തുകൂടാം അല്ലേ. ഓം ഭദ്രം കർണേഭിः ശൃണുയാമദേവാः ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസस्तनूभिर्व्यसेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु ओम शांति शांति शांति। ओम